ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ ഭംഗിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും. അവർക്ക് വളരെ ഇഷ്ടമുള്ളതാണ് പൊറോട്ട. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ നല്ല പഞ്ഞി പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത്തിരി തേനോ വല്ലതൊക്കെ മുക്കി തിന്നാൻ കൊടുത്താൽ അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. പൊറോട്ടയ്ക്ക് ടേസ്റ്റ് കൂടണമെങ്കിൽ മൈദയിൽ തന്നെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആട്ടയിലോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിലോ ഉണ്ടാക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/3 കപ്പ് ചൂടുവെള്ളം, നേരിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് പൊടിക്ക് 1/3 കപ്പ് നേരിയ ചൂടുള്ള വെള്ളം അതൊഴിച്ചിട്ട് ഒന്ന് ഈ പൊടിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് തേച്ച് കുഴക്കുക. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കുഴക്കണം. നമ്മൾ എത്രത്തോളം നന്നായിട്ട് തേച്ച് കുഴക്കുന്നോ അത്രത്തോളം ഇതിൻ്റെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് തേച്ച് കുഴച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കരുത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ എണ്ണയുമായിട്ട് നന്നായിട്ട് തേച്ച് കുഴക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ട് കുഴക്കുക. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് നമ്മളിത് കുഴച്ച് കഴിഞ്ഞാൽ ഈ മാവ് നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് കിട്ടും. നല്ല സ്മൂത്തായിരിക്കും ആ മാവ്. കൂടുതൽ സമയം തേച്ച് കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് തേച്ച് കുഴച്ചതിന് ശേഷം മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടുണ്ട്. കാരണം കുറച്ച് മാവ് പൊങ്ങിയല്ലോ. അതുകൊണ്ട് കണ്ടോ, ഇതുപോലെ വലിയുന്ന പാകത്തിലായിരിക്കണം. കുറച്ച് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള മാവായിരിക്കണം. ഇത് എന്നിട്ട് ഒരു ചപ്പാത്തി പലകയിലോട്ട് മാറ്റിയിട്ട് കൈകൊണ്ട് പതുക്കെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കുക. ഞാനിത് 6 ഈക്വൽ ഉരുളകളാക്കിയിട്ട് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ 6 ഉരുളകളാക്കിയിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പൊടിക്ക് ഞാൻ 6 പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉരുളകളെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മൂടി വയ്ക്കുക. അതിനുശേഷം പലകയിലേക്ക് പൊടി തൂവിയിട്ട് ഓരോ ഉരുളയും എടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തിന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് തേച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പൊടി ഒന്ന് തൂവി കൊടുക്കണം. അതിനുശേഷം 2 സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയതിന് ശേഷം വീണ്ടും ഇതിൻ്റെ പുറത്ത് ഓയിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം 2 അരികും മടക്കി കൊടുക്കുക. ഒരു സൈഡ് മടക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് ഓയിൽ തേക്കണം. അതിനുശേഷം മടക്കിയിട്ട് വീണ്ടും പൊടി തൂവിയിട്ട് ഇതൊന്ന് വളരെ സോഫ്റ്റായിട്ട് കുറച്ച് പരത്തിയെടുക്കുക. കൂടുതൽ അങ്ങോട്ട് നേരിയതായിട്ട് പരത്തേണ്ട, കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കുക. എന്നിട്ടിത് ഒരു മാവ് തൂകിയ പാത്രത്തിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് മാറ്റി വയ്ക്കുക. അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയിട്ട് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. 6 എണ്ണവും ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ പറാത്തയും ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് മീഡിയം ഹീറ്റിൽ 2 സൈഡിലും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് മറിച്ചിട്ടാൽ ഇത് പെട്ടെന്ന് നമുക്ക്
ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ സോഫ്റ്റും ആയിരിക്കും. ഓരോന്നും അരികൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് നന്നായിട്ട് ഇത് പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അവരിഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് ഈ പൊറോട്ട എന്ന് പറഞ്ഞാൽ. കുഞ്ഞുങ്ങൾ ഒരു 3 വയസ്സുള്ള കുട്ടികൾ മുതൽ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ പൊറോട്ട വേണമെന്നേ പറയുള്ളൂ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഈ പൊറോട്ട വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഇപ്പം മനസ്സിലായില്ലേ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.